ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് അടുക്കളയിലുള്ള ജലനയുടെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഇടയ്ക്ക് എട്ടുകാലി, മറ്റേ പല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പല്ലി വന്നിട്ട് ആ വരുന്ന സമയത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേഗം ഓടിച്ചു വിടും. പിന്നെ അവിടെയൊക്കെ അപ്പിയിട്ടിട്ട് പോണ ഒരു പരിപാടിയാണ് നമ്മുടെ ഇവിടുത്തെ ഈ പല്ലിക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊരു ടിപ്പ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവറ്റേനെ കാണാറില്ല കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോണത്. നമുക്ക് എന്തായാലും ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന സാധനങ്ങളൊന്നും വെക്കണ്ട. ഇത് ചത്തു പോവുക എന്നുള്ള സംഭവം ഒന്നുമില്ല, ഇവിടെ ഭാഗത്തേക്ക് വരാണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ സിമ്പിളാണ്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അതൊരു ലിക്വിഡ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. ആ സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊന്നും ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് വരികയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഈ ടിപ്പെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ സബോളയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു 2 സബോള എടുക്കുക കേട്ടോ. 2 സബോള എടുത്തിട്ട് ഇതിൻ്റെ നീരെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ. ഒരു 2 സബോളയുടെ നീര് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഡെറ്റോളാണ്. ഡെറ്റോൾ നമുക്ക് അധികം ഒന്നും വേണ്ട കേട്ടോ. ഒരു മൂടി നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ലിക്വിഡിന് ഒരു പ്രത്യേക ഒരു മണമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്കിതേ പല്ലി വരുന്ന ഭാഗങ്ങളിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പല്ലി ചാവുക അങ്ങനെയൊന്നുമില്ല. ഒരു 2-3 ട്രിപ്പ് ഇങ്ങനെ നമ്മളിത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മണം കാരണം പല്ലി ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ. അത്രയും ഒരു ഗതികെട്ട മണമാണ് ഈ സാധനത്തിന് കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മളത് ഇതേപോലത്തെ ഒരു കോട്ടൺ എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ട കോട്ടൺ നന്നായിട്ട് നമ്മൾ ആ സ്പ്രേയിൽ മുക്കിയിട്ട് പല്ലി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ പല്ലിക്കൊക്കെ വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഈ സാധനം കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം കാരണം അടുത്തേക്ക് നമ്മുടെ പല്ലി എത്തില്ല. അപ്പോൾ കോട്ടൺ നന്നായിട്ട് ഞാൻ നമ്മൾ ഉണ്ടാക്കിയ സ്പ്രേ നന്നായി അടിച്ചിട്ട് കോട്ടൺ നന്നായിട്ട് കണ്ട കുതിർത്തുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത് ഇത് കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ അത് 2-3 ദിവസം കഴിഞ്ഞാൽ ഒന്നത് ജസ്റ്റ് ഇതൊന്ന് വറ്റിയാവുമ്പോൾ നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ആക്കി വെച്ചിട്ടുള്ള ലിക്വിഡ് ഒന്നും കൂടി ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നമ്മളിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഡെറ്റോളും സിന്തറ്റിക് വിനാഗറും ഒക്കെ ഒഴിക്കുമ്പോൾ നന്നായിട്ട് കണ്ടില്ലേ മിക്സ് ചെയ്യണം. കാരണം അവിടെ ഇവിടെയും കട്ട പിടിച്ച അവസ്ഥയാവും കേട്ടോ. അപ്പോൾ നന്നായി സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. കാരണം നമ്മളിത് എന്താ പറയുക, ഒരു ഇതുപോലത്തെ സാധനങ്ങൾ പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുപോലത്തെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാധനത്തിനേക്കാളും നല്ലത് ഇതാണ്. പിന്നെ കണ്ടില്ലേ നമ്മൾ ഈ ഭാഗത്തൊക്കെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി. അടിച്ചു കൊടുത്താൽ 2 ആഴ്ചയ്ക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. ഈ സൈഡ് കൂടിയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഉറുമ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ജലനയുടെ സൈഡിലേക്ക് എന്തെങ്കിലും ഭക്ഷണാവിഷ്ടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കിടന്നാൽ തന്നെ അരുത്തുകൂടെ അങ്ങനെ ഉറുമ്പ് നന്നായി പോണതായിട്ട് കാണാം. പക്ഷേ ഈ സ്പ്രേ ഉണ്ടെങ്കിൽ നമ്മളധികം പ്രശ്നമില്ല കേട്ടോ. പല്ലി ഒരു 2 ആഴ്ചത്തേക്ക് ഈ പരിസരത്തേക്ക് വരികയില്ല. നമ്മൾ ഈ പല്ലീനെ എപ്പോഴും കാണില്ല കേട്ടോ. നമ്മളൊക്കെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി രാത്രിയൊക്കെ കിടന്ന് പിറ്റേ ദിവസം വരുമ്പോഴാണ് പല്ലിയുടെ സഞ്ചാരം അവിടെ നടന്നിട്ടുണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിയൊക്കെ ചിലപ്പോൾ കാട്ടൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ടെക്നിക്ക് ചെയ്യണത്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു 2 ആഴ്ച ഈ സാധനം നമുക്ക് എടുത്ത് സൂക്ഷിച്ച് വെക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണല്ലോ നമ്മളിത് ഉണ്ടാക്കണത്. പിന്നെ വലിയ കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ മണത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഭയങ്കര ഒരു പ്രത്യേക മണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. അത്ര 2 ആഴ്ചയ്ക്ക് എന്നെ പറ്റുള്ളൂ. പിന്നെ പല്ലി ചത്തു പോവാന്ന് പറഞ്ഞാൽ ചത്തൊന്നും പോവില്ല. ഇതിൻ്റെ മണം കേട്ട് ഈ പരിസരത്തേക്ക് വരില്ല. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയ കാരണമാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്.
അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാറായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.